അതായത് ഗ്യാസ് ലൈൻ പോന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇൻസുലേറ്ററിലോട്ടുള്ള ഗ്യാസ് ലൈൻ പോന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗ്യാസ് കത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് കത്തിക്കുമ്പോൾ നോക്കിയാലേ അറിയത്തുള്ളൂ. അതിനകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല. കാരണം ഇത് അടിവശത്ത് ചാരം വീഴുന്ന മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിയിലായിരിക്കും ബർണർ വെച്ചിരിക്കുന്നതെന്ന് തോന്നും. പിന്നെ ഇത് പൈപ്പ് ലൈൻ ഇങ്ങനെ പുറത്തേക്ക് പോയിരിക്കുകയാണ്, അതായത് പുക തള്ളിപ്പോകാനായിട്ടുള്ളത്. അതുകൊണ്ട് പുകയുടെ പൈപ്പ് ലൈനാണ്, പുകക്കുഴലാണ്, പുകക്കുഴൽ. എന്നാ ഹൈറ്റാന്ന് നോക്കി, എന്ത് ഉയരത്തിലാണെന്ന് നോക്കിയാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഉറപ്പീരാണ് ചോടൊക്കെ. അപ്പോൾ അത് അവിടെ നിന്ന് വരുന്ന പുക ഇവിടെ നിന്ന് ഈ ഇതുവഴി ഈ ടാങ്കിലോട്ട് വരുവാണ്. ഈ ടാങ്കി വന്നിട്ട് ഈ ടാങ്കിൽ നിന്ന് ഈ മോട്ടർ വഴി പമ്പ് ചെയ്താണ് ഇത് മുകളിലോട്ട് പോകുന്നത്. ആർക്കും ശല്യമില്ല, വളരെ ഉയരത്തിലാണ്, ഒരു 3-4 നിലയുടെ ഉയരത്തിലാണ് ഈ സാധനം പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ആർക്കും ശല്യമില്ല. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നിന്ന് വരുന്ന ബാക്കിയുള്ള വേസ്റ്റ് പോകാനാണെന്ന് തോന്നും, ഈ ടാങ്കിന് തോന്നും. ഇതിനകത്ത് വരുന്ന ബാക്കി വേസ്റ്റ് ആണ് ചിലപ്പോൾ